സ്വീകരിച്ചത്. ഇതിനുശേഷം ഹോട്ടൽ മുറിയിൽ നിന്നും മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ പി വി തോമസ് ഇപ്പോൾ ദില്ലിയിൽ നിന്നും നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പി വി തോമസ്, സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? നമ്മൾ വിചാരിക്കാത്തൊരു സംഭവമാണത്. ഞാൻ പറയാം, ഓരോ സൂയിസൈഡും ഓരോ കൊലപാതകമാണ്. അത് ആ രീതിയിലാണ് പോകുന്നത്. അതായത് എന്തുകൊണ്ട് ഈ സ്ത്രീ മരിച്ചു, അസുഖമായിരുന്നു പറയുന്നു, ട്യൂബർകുലോസിസ് പറയുന്നു, പക്ഷെ മാനസികമായിട്ട് എന്താണ് സംഭവിച്ചത്, എന്താണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനതിനെ ആരോപിക്കുന്നില്ല. പക്ഷെ ഒരിക്കലും സംഭവിക്കാൻ പാടുള്ള സംഭവമാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഇതുപോലുള്ള ആൾക്കാർക്ക് ഇതുപോലുള്ള ജീവിതത്തില് ബന്ധങ്ങളുടെ കാര്യങ്ങൾ വലിയ സംഭവമാണ്. പക്ഷെ സംഭവിച്ചിട്ടില്ല. ചൈതന്യയോടെ തീർച്ചയായിട്ടും ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ സുനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്ത എന്തൊക്കെയാണ് താങ്കൾ അറിഞ്ഞത്? ശ്രീ പി വി തോമസ്, സുനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളാണ് താങ്കൾ അറിഞ്ഞത്? അതായത് 3:15 കണ്ടത്. അതിനുശേഷം സ്ത്രീ മരിച്ചു കിടക്കുകയായിരുന്നു. ശശി തരൂർ AICC സമ്മേളനത്തിന് പോയിട്ട് വന്നപ്പോൾ ആണ് കാണുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ അവർ ഇന്നലെ തന്നെ പല ടെലിവിഷൻ ചാനലും പറഞ്ഞു വളരെ സുഖമില്ല എന്ന് പറയുണ്ടായി. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ഒരു കുടുംബ ബന്ധത്തിന്റെയും വ്യക്തിബന്ധത്തിന്റെ പ്രശ്നമാണത്. ഏതായാലും ഡൽഹിയില് ഇത് ഒരു പ്രശ്നമായിരിക്കുകയാണ്. ചൈതന്യന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇതുകൊണ്ട് ബുദ്ധിമുട്ടിലാവും. ഇനിയിപ്പോൾ അടുത്ത നടപടികൾ എന്തായിരിക്കും? മൃതദേഹം ഹോട്ടലിൽ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റുന്നതും അങ്ങനെയുള്ള നടപടികളും, അതോടൊപ്പം പോലീസ് എന്തൊക്കെയാണ് പറയുന്നത്? താങ്കൾ എന്താണ് കേൾക്കുന്നത്? അതായത് ഇതിപ്പം പോസ്റ്റ്മോർട്ടം എല്ലാം നടത്തണം തീർച്ചയായിട്ടും. അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം പോകണം. പക്ഷേ തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ടുള്ളൊരു സംഭവമാണ് നടക്കുന്നത്. അതായത് ഒരിക്കലും ഒരു കാരണവശാലും ഇത് BJPയോ അല്ലെങ്കിൽ ആരും വിട്ടൊതുക്കിയല്ല ഈ സംഭവം. കാരണം AICC സംഭവം നടക്കുന്ന സമയത്ത് ഇന്നലെയാണ് ഈ ചിട്രാച്ചി സംഭവം ഉണ്ടായത്. പാകിസ്ഥാനിലെ ഒരു മാധ്യമ പ്രവർത്തകയായിട്ടുള്ള സംഭവം. ശശി തരൂരിനോട് ഇന്നലെയും ഞാനൊരു ചാനലിൽ പറയുണ്ടായി, ശശി തരൂര് ഒരിക്കലും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പെരുമാറിയിട്ടില്ല. അദ്ദേഹത്തിന്റെ പഴയ ചിന്തല്ല, അത് ഒരിക്കലും പാടില്ല. അദ്ദേഹം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കുറ്റമാണെന്ന് തന്നെ പഠിപ്പിക്കുന്നു. ശരി, വളരെയധികം സന്തോഷം പി വി തോമസ് ഈ വിവരങ്ങൾ നൽകിയതിൽ. ശശി തരൂരിന്റെ ഭാര്യ സുനന്ദ പുഷ്കറിനെ മരിച്ച നിലയിൽ, വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി, ശശി തരൂരിന്റെ ഭാര്യ സുനന്ദ പുഷ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ദില്ലിയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് സുനന്ദ പുഷ്കറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് വൈകുന്നേരമാണ് സുനന്ദ പുഷ്കറിന്റെ മൃതദേഹം ലീല ഹോട്ടലിലെ 345 മുറിയിൽ കണ്ടെത്തിയത്. കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം എന്ന് പോലീസ് അറിയിച്ചു. മുറിയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, വിഷാംശം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും പോലീസ് വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ സുനന്ദ പുഷ്കറിന്റെ മരണ കാരണം എന്താണെന്ന് ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അന്വേഷണത്തിലൂടെ മാത്രമേ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ വ്യക്തമാക്കാൻ കഴിയൂ എന്നും പോലീസ് അറിയിച്ചു. ഹോട്ടൽ മുറിയിൽ സംഭവ സമയത്ത് ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്ന ശശി തരൂർ തന്നെയാണ് പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ശശി തരൂരും അതോടൊപ്പം സുനന്ദ പുഷ്കറും ഈ ഹോട്ടൽ മുറിയിൽ, ലീല ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. സുനന്ദയുടെ മരണം ശശി തരൂർ തന്നെ പോലീസിനെ അറിയിച്ചു. അതിനു മുൻപ്, സുനന്ദ മരിക്കുന്നതിന് മുൻപ് ഇന്ന് വൈകുന്നേരം ശശി തരൂർ ട്വിറ്ററിലൂടെ ചില വിവരങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. തന്റെ ഭാര്യ സുനന്ദ പുഷ്കറിന് സുഖമില്ല, അസുഖമാണ്. സുനന്ദ പുഷ്കറിന്റെ അടുത്ത് ഇപ്പോൾ താൻ ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യാവസ്ഥ വളരെ മോശമാണ് എന്നും ശശി തരൂർ ട്വിറ്ററിലൂടെ വ്യക്തമാക്കിയിരുന്നു. ഇതെല്ലാം വ്യക്തമാക്കിയതിന് ശേഷം ഇന്ന് വൈകുന്നേരമാണ് സുനന്ദ പുഷ്കറിന്റെ മൃതദേഹം ഹോട്ടൽ മുറിയിൽ കണ്ടെത്തുന്നത്. AICC സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം ശശി തരൂർ മുറിയിലെത്തുന്നു. അപ്പോൾ കൂടെ പാർട്ടി പ്രവർത്തകരും ഉണ്ടായിരുന്നു. ഈ സമയത്ത് അതിനുശേഷം വൈകുന്നേരം 8 മണിക്ക്, ഇന്ത്യൻ സമയം 9 മണിക്ക്
ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു ശശി തരൂരിന്. ഇതിനുവേണ്ടി ശശി തരൂർ പോകാൻ വേണ്ടി തുടങ്ങുമ്പോൾ ആ വിവരം സുനന്ദ പുഷ്കറിനെ വിളിച്ച് അറിയിക്കാൻ ശ്രമിച്ചു. ഉറങ്ങുകയായിരുന്നു സുനന്ദ പുഷ്കർ. എന്നാൽ ഉണർന്നില്ല. ഈ സമയത്ത് ശശി തരൂരിന് സംശയം തോന്നുകയും മെഡിക്കൽ സംഘവും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു. ഇതാണ് വാർത്ത. അതോടൊപ്പം തന്നെ സുനന്ദ പുഷ്കറിന്റെ മരണം സംഭവിച്ചിട്ട് ഏറെ മണിക്കൂറുകൾ ആയിരുന്നു എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ശശി തരൂർ മുറിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ സുനന്ദ പുഷ്കറിന്റെ മരണം സംഭവിച്ചിരുന്നു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ സുനന്ദ പുഷ്കറിന്റെ മരണം ആത്മഹത്യയാണോ മറ്റേതെങ്കിലും കാരണം കൊണ്ട് സ്വാഭാവികമായ മരണമാണോ എന്നെല്ലാം ഇനി അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. ഇതിൽ ഓർക്കേണ്ട കാര്യം, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് 2-3 ദിവസങ്ങൾക്ക് മുൻപ് ശശി തരൂരും സുനന്ദ പുഷ്കറും തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. സുനന്ദ പുഷ്കറിന് വലിയ ഗൗരവമുള്ള അസുഖമാണ് എന്നാണ് ചികിത്സയിൽ വ്യക്തമായത്. എന്നാൽ അത് എന്ത് അസുഖമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നില്ല. ഇതിനുശേഷം കൂടുതൽ ലാബ് പരിശോധനകൾക്ക് വേണ്ടി വിശദാംശങ്ങൾ ഭോപ്പാലിലേക്ക് അയച്ചിരുന്നു. അവിടെ പോയി ചികിത്സ നടത്താൻ കഴിയില്ല, അതുകൊണ്ട് വീണ്ടും തിരുവനന്തപുരത്തേക്ക് ചികിത്സയ്ക്ക് തന്നെ പോകുന്നു എന്നാണ് ശശി തരൂർ വ്യക്തമാക്കിയിരുന്നത്. 2 ദിവസത്തിനകം തിരുവനന്തപുരത്ത് എത്തുമെന്നും ശശി തരൂർ വ്യക്തമാക്കിയിരുന്നു. ഈ മാസം 20-ന് മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നതിന് ശേഷം സുനന്ദ പുഷ്കറിന്റെ അസുഖം എന്താണെന്ന് വ്യക്തമാക്കാമെന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേരും തിരുവനന്തപുരത്തേക്ക് സുനന്ദ പുഷ്കറും തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരാനിരിക്കുകയായിരുന്നു. ഇതിനിടെയാണ് സുനന്ദ പുഷ്കറിന്റെ മരണം സംഭവിച്ചത്. 2 വർഷം മുൻപാണ് സുനന്ദ പുഷ്കറും ശശി തരൂരും വിവാഹിതരാകുന്നത്. ഇരുവരുടെയും 3ാമത്തെ വിവാഹമായിരുന്നു ഇത്. സുനന്ദ പുഷ്കർ കാശ്മീർ സ്വദേശിനിയാണ്. ഇരുവരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയും അതോടൊപ്പം പാകിസ്ഥാൻ മാധ്യമ പ്രവർത്തകയ്ക്ക് ശശി തരൂരുമായി ബന്ധമുണ്ട് എന്നുള്ള സുനന്ദ പുഷ്കറിന്റെ ആരോപണവും കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായിരുന്നു. ഈ വാർത്ത പുറത്തു വന്ന് ഇരുവരും വിവാഹബന്ധം വേർപിരിയുന്നു എന്നുള്ള വാർത്ത വരെ പുറത്തു വന്നു. എന്നാൽ ഇതിന് ശേഷമാണ് ഇരുവരും തമ്മിൽ സംയുക്ത പ്രസ്താവന ഉണ്ടാകുന്നത്. വിവാഹബന്ധം വേർപിരിയുന്നില്ല, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു. അതോടൊപ്പം തന്നെ സുനന്ദ പുഷ്കർ മരണം സംഭവിക്കുന്നതിന് മണിക്കൂറുകൾ മുൻപ് ട്വിറ്ററിൽ വളരെ സജീവമായിരുന്നു എന്നും അറിയുന്നുണ്ട്. ഈ ട്വിറ്ററിൽ സുനന്ദ പുഷ്കർ പറയുന്നുണ്ട്, ഞങ്ങൾ ഇരുവരും വിവാഹബന്ധം വേർപിരിയുന്നില്ല, ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് സുനന്ദ പുഷ്കർ വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ് സൂചന. ഇരുവരും സംയുക്ത പ്രസ്താവനയിലും ഇതുതന്നെയാണ് വ്യക്തമാക്കിയിരുന്നത്. ചുരുക്കത്തിൽ സുനന്ദ പുഷ്കറും ശശി തരൂരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയും മറ്റു പ്രശ്നങ്ങളും എല്ലാം പരിഹരിക്കപ്പെടുന്നു എന്നുള്ള സൂചന ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ്, അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം കഴിഞ്ഞ് 24 മണിക്കൂർ പൂർത്തിയാകുന്നതിന് ഇടെയാണ് സുനന്ദ പുഷ്കർ മരിച്ചതായുള്ള വാർത്ത, ഞെട്ടിക്കുന്ന വാർത്ത ലോകം അറിയുന്നത്. ദില്ലിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ 345-ാം മുറിയിൽ ശശി തരൂരിന്റെ ഭാര്യ, കേന്ദ്ര മാനവശേഷി മന്ത്രി ശശി തരൂരിന്റെ ഭാര്യ സുനന്ദ പുഷ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഇതാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഇനി നമുക്ക് പ്രൈം ടൈമിന്റെ അവസാനമാകുമ്പോഴേക്കും വീണ്ടും എത്താം. പ്രൈം ടൈമിലെ പ്രധാന രാഷ്ട്രീയ ചർച്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. രാഹുൽ ഗാന്ധി AICC സമ്മേളനത്തിൽ ഇന്ന് നടത്തിയ പ്രസംഗമാണ് പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി കോൺഗ്രസിൽ മാറ്റത്തിന്റെ തുടക്കമാണ് എന്നാണ് രാഹുൽ ഗാന്ധി AICC സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. 15 ലോക്സഭാ സീറ്റുകളിൽ പാർട്ടി പ്രവർത്തകർ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ 50% സംസ്ഥാനങ്ങളിൽ എങ്കിലും വനിതാ നേതാക്കളെ മുഖ്യമന്ത്രിയാക്കണം എന്ന് രാഹുൽ ഗാന്ധി നിർദ്ദേശിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയും മതേതരത്വത്തിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് BJPയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് പറയുന്നു. രാഹുൽ ഗാന്ധി പറയുന്നു, ഏകാധിപത്യത്തിന് രാജ്യത്തെ വിട്ടുകൊടുക്കാതിരിക്കാൻ ജനാധിപത്യം നിലനിർത്താനുള്ള പോരാട്ടമാണ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പെന്നും രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു. ഈ വിഷയമാണ് ഇന്ന് പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. YA റഹീം, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ ബഗീഷ്, ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് BJPയുടെ നേതാവ് ചർച്ചയിൽ പങ്കെടുക്കുന്നു. പ്രേക്ഷകർക്കും ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമോ? രാഹുൽ ഗാന്ധി കോൺഗ്രസിന് എത്രത്തോളം ഊർജം പകരും? ഈ വിഷയമാണ് ഇന്ന് പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. YA റഹീം, ആദ്യം YA റഹീമിലേക്ക് തന്നെ. രാഹുൽ ഗാന്ധി ഇപ്പോൾ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഉദയം, അതോടൊപ്പം BJPയിൽ
BJP-യിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു മഹാരഥൻ വരുന്നു എന്നുള്ള പ്രതീതി ഇതെല്ലാം നിലനിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന വ്യക്തിക്ക്, അമൂൽ ബേബി എന്ന് വിമർശകർ പറയുന്ന വ്യക്തിക്ക് എത്രത്തോളം കോൺഗ്രസിന് ഊർജം പകരാൻ കഴിയും? ഈ പ്രസംഗം എന്താണ് വ്യക്തമാക്കുന്നത്? നാളത്തെ ഭാരതത്തിൻ്റെ പ്രതീക്ഷ രാഹുൽ ഗാന്ധിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ഈ പറയുന്ന കോൺഗ്രസേതര കക്ഷികൾക്കൊന്നും അതിൽ യാതൊരു പങ്കുമില്ല എന്ന് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഇന്ത്യയുടെ ആത്മാവെന്ന് പറഞ്ഞാൽ ഒരു മതേതര ജനാധിപത്യ സംവിധാനമാണ്. ഇന്ത്യ 1947 സ്വാതന്ത്ര്യം നേടുമ്പോൾ നെഹ്റുജി നമ്മുടെ പ്രധാനമന്ത്രിയാവുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ പട്ടിണി കൊണ്ട് മരിച്ച ഒരു രാഷ്ട്രമായിരുന്നു ഇന്ത്യ. അദ്ദേഹത്തിൻ്റെ ജീവൻ സമർപ്പിച്ച് കാർഷിക രംഗത്ത് ഉൾപ്പെടെ സാങ്കേതിക രംഗത്ത് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ ഒരു ഭാഗത്ത്, അങ്ങനെ അദ്ദേഹം നേതൃത്വം കൊടുത്ത ഗവൺമെൻറ്റിൻ്റെ കഠിനാധ്വാനമാണ് ഇന്ന് നമ്മൾ 6ാം സ്ഥാനത്ത് ലോകത്തിൻ്റെ മുന്നിൽ നെഞ്ചുയർത്തി നിൽക്കുന്നത് ഭാരതം. ഇതെല്ലാം ഇന്നലെ തുടങ്ങിയതാണ്. ആം ആദ്മി പാർട്ടിയും പറയുന്നത് അതാണ്, BJP-യും പറയുന്നതാണ്. ഇവരാണ് സ്വാതന്ത്ര്യമായി തന്നത്, മിനിഞ്ഞാന്ന് മുതലാണ് ഇന്ത്യ തുടങ്ങിയതെന്നാണ്. ഇന്നത്തെ ഇന്ത്യ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ഈ കോൺഗ്രസേതര പാർട്ടികൾ മനസ്സിലാക്കണം. നമ്മളോടൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ നമ്മുടെ അത് ഒരു ദിവസം മുമ്പ് സ്വാതന്ത്ര്യം കിട്ടിയ രാഷ്ട്രങ്ങളുണ്ട്. ആ രാഷ്ട്രങ്ങളിലൊന്നും ഒരു ജില്ലാ ആസ്ഥാനത്ത് പോലെ ഒരു ഹോസ്പിറ്റലില്ല. അതാണ് ദുരവസ്ഥ. കാരണം ശരി, അത് അങ്ങനെയുള്ള വിശദാംശങ്ങളിലേക്ക് വരാം. താങ്കൾ എങ്ങനെ കാണുന്നു? രാഹുൽ ഗാന്ധി ഇന്ന് നടത്തിയ പ്രസംഗം വളരെ ചടുലമായിരുന്നു, വളരെ പക്വതയുള്ളതായിരുന്നു, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ബോധത്തോടെയുള്ള വാക്കുകളുമായിരുന്നു. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ ഉദയം, ദേശീയ തലത്തിലേക്ക് വളരെ ശക്തമായുള്ള വരവ്, അത് അങ്ങനെ തന്നെയല്ലേ ഈ പ്രസംഗത്തെ കാണേണ്ടത്? അല്ല, ഇത് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഒന്ന്, രാഹുൽ ഗാന്ധി ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് പാഠവും 10 വർഷമായിട്ട് അദ്ദേഹം രാഷ്ട്രീയത്തിലുള്ള വ്യക്തിയാണ്. അതിൻ്റെ പ്രവർത്തക സമിതി കൂടിയിട്ട് ഇന്നലെ പറയുന്നതിൽ ഭൂരിഭാഗം അംഗങ്ങളും കേരളത്തിലെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ പറയുന്നു അദ്ദേഹത്തിനോട് പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആവാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ട് അദ്ദേഹം തയ്യാറാവുന്നില്ല? തോൽക്കും എന്നുള്ളത് വ്യക്തമായിട്ട് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും അറിയാം. ഡെമോക്രാറ്റിക് പാർട്ടി ആണ് കോൺഗ്രസ് എങ്കിൽ പ്രവർത്തക സമിതിയിലെ ഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞത് അംഗീകരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് അദ്ദേഹത്തിന്റെ 40 മിനിറ്റുള്ള പ്രസംഗം ഞാൻ കേട്ടതാണ്. ഈ 40 മിനിറ്റുള്ള പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ് കോൺഗ്രസ് ചെയ്തു എന്ന് പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന്, റൈറ്റ് ഇൻഫർമേഷൻ ആക്ടും ലോക് ജൻപാലും. ഈ ലോക് ജൻപാൽ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ടല്ല, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനാണ് ചെയ്തതെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇത് നിങ്ങളെപ്പോലുള്ള സുരേഷ് ജീനെ പോലുള്ള എല്ലാ മാധ്യമപ്രവർത്തകർക്കും അറിയാം. ആ പാവപ്പെട്ട അണ്ണാ ഹസാരെ ജയിലിലടക്കം ഇതിനു വേണ്ടി കിടക്കേണ്ട വന്നു. അല്ലാതെ രാഹുൽ ഗാന്ധിയുടേതോ കോൺഗ്രസിൻ്റെയോ ഒരു നയമായിരുന്നില്ല ഈ ലോക് ജൻപാൽ. രണ്ടാമത്, ചരിത്രം, നെഹ്റുവിന്റെ ചരിത്രം, അതൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് വേറെ വിശദീകരിക്കാം. ഇപ്പോൾ ഈ പ്രസംഗത്തിലേക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ശ്രീ വൈ റഹീം, ഇതാണ് വിഷയം. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ് മുന്നോട്ട് വയ്ക്കുന്ന മാറ്റത്തിൽ, കോൺഗ്രസിൽ മാറ്റത്തിന്റെ തുടക്കം എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ എന്ത് മാറ്റമാണ് രാഹുൽ ഗാന്ധി നിർദ്ദേശിക്കുന്നത്? എനിക്ക് എൻ്റെ ബഹുമാന സുഹൃത്തിനോട് ആദ്യം ഒരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ 2 ടൈം UP ഭരിച്ചപ്പോഴും രാഹുൽ ഗാന്ധിക്ക് വേണേൽ പ്രധാനമന്ത്രിയാവാം. അദ്ദേഹം ആ സ്ഥാനം ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് തന്നെ ഒരു മന്ത്രിസഭയിലേക്ക് പോലും ക്ഷണിച്ചിട്ട് അദ്ദേഹം ഒരു മന്ത്രിയാകാൻ ആഗ്രഹിക്കാത്തത്. അദ്ദേഹം പാർട്ടിയെ നയിക്കാം എന്നൊരു തീരുമാനം സ്വന്തമായി എടുത്തതാണ്. അപ്പം ഇദ്ദേഹം പറയുന്നത് അദ്ദേഹം നിൽക്കാത്തത് തോറ്റുപോകും എന്നുള്ളതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 2 വർഷം തോറ്റില്ലല്ലോ, പ്രധാനമന്ത്രി ആവാൻ എന്നതിൽ 2 തവണ. അദ്ദേഹത്തിന് അതിൽ ആഗ്രഹമില്ല. പിന്നെ ഇദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ലോക്പാൽ ബില്ല്, ഈ ലോക്പാൽ ബില്ല് ഇന്ദിരാജി 10-60 വർഷങ്ങൾക്ക് മുൻപ് അന്ന് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ നിതിലിംഗപ്പയെ കമ്മീഷനായി വെച്ച് പഠിച്ചുണ്ടാക്കിയതായിരുന്നു. അതിനുശേഷം ഇവരെല്ലാം കോൺഗ്രസ് കക്ഷികൾ എത്ര തവണ അവിടെ ഭരിച്ചു എല്ലാം ചെയ്തോ? അതും ലോക്പാൽ ബില്ല് പാസ്സാക്കാനും കോൺഗ്രസ് വേണ്ടി വന്നു. ശരി, പക്ഷേ ഇതിൽ ഉന്നയിക്കപ്പെടുന്ന സംശയം, ഒന്ന്, രാഹുൽ ഗാന്ധി ഇനി എന്ത് ചെയ്യാൻ പോകുന്നു? ആകെ രാഹുൽ ഗാന്ധി പറഞ്ഞത് 15 സീറ്റുകളിൽ ജനങ്ങൾ പറയുന്നവരെ സ്ഥാനാർത്ഥികളായി നിർത്തും. അത് ആം ആദ്മി പാർട്ടിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാകാം. 2, പറയുന്നത് പാർട്ടിയിലെ 50% വനിതകൾ, അല്ലെങ്കിൽ പാർട്ടി ഭരിക്കുന്ന 50% സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരെ വനിതകളാക്കും. ഇത് മാത്രമേ ഉള്ളൂ. മറിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എന്തു ചെയ്യാൻ പോകുന്നു എന്ന് രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി അല്ല പറയണ്ടേ, അതിന് പ്രകടന പത്രിക ഉണ്ടാക്കാനുള്ള വിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രകടന പത്രിക ഉണ്ടാക്കുമ്പോൾ അദ്ദേഹം അത് പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം പറയാനുള്ള ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അതൊരു സെറ്റപ്പാണ്, ഡെമോക്രാറ്റിക് സെറ്റപ്പ്. അല്ലാതെ ഒരാൾ ഭരിക്കുന്ന പാർട്ടി അല്ല അത്.
അപ്പോൾ അത് അവർ നിയമപരമായിട്ട് അത് കൊണ്ട് അങ്ങനെ ഒരു സംഭവങ്ങൾ എന്തൊക്കെയാണ് ഇനി ഭാവിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തെക്കുറിച്ച് പറയുന്നല്ലോ. കഴിഞ്ഞ 10 വർഷത്തെ കാലത്തെ ഭരണം നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരൊറ്റ വാക്കിൽ ഞാൻ അവസാനിപ്പിക്കാം. ഭാരതത്തിന് ഈ 175 കോടി ജനങ്ങളും ആയി പോകുന്ന ഭാരതത്തിന് ഒരു ദിവസം പോലും ഒരു സ്റ്റേറ്റിലെ ട്രഷറി അടക്കിയിട്ടേണ്ടി വന്നില്ല. പക്ഷേ സാമ്രാജ്യ ശക്തി എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് 16 ദിവസം അവരുടെ ഓഫീസുകൾ പൂട്ടിയിടേണ്ടി വന്നു ശമ്പളം കൊടുക്കാതെ. അതാണ് ഭാരതം. ആ ഭാരതം ഉണ്ടാക്കിയ കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയും ഇന്ന് പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞത് 10 വർഷം മൻമോഹൻ സിംഗ് ഭരിച്ചതുകൊണ്ട് രാജ്യത്ത് ഭരണസ്ഥിരതയുണ്ടായി. 1, 2 സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഇത് രണ്ടും കോൺഗ്രസിന്റെ ഇത്രയും കാലത്തെ ഭരണ നേട്ടം തന്നെയാണ്. അത് തന്നെയാണ് രാഹുൽ ഗാന്ധി എടുത്തു പറയുന്നത്. സാമ്പത്തിക മാന്ദ്യം രാജ്യത്തെ ബാധിക്കാതെ കാത്തുസൂക്ഷിച്ചതും മൻമോഹൻ സിംഗ് തന്നെ. സാമ്പത്തിക മാന്ദ്യം അമേരിക്കനെ ബാധിച്ചതോ ചൈനയെ ബാധിച്ചോ യൂറോപ്യൻ യൂണിയനെ ബാധിച്ചതല്ല ഇവിടെ വിഷയം. കാരണം ഈ സാമ്പത്തിക നയങ്ങൾ മൻമോഹൻ സിംഗ് 10 വർഷമായിട്ട് തുടരുന്ന സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഒരു വസ്തുവിന് പോലും വില കൂടാത്തതില്ല. എല്ലാം കൊണ്ടും ദുസ്സഹമായിട്ടുള്ളൊരു ജീവിതമാണ് നമ്മളുടെ ഈ ജനത ഭാരതം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാ ജനങ്ങൾക്കും അറിയാം, ഈ ഗ്യാസിന്റെ കാര്യമായാലും കറണ്ടിന്റെ കാര്യമായാലും വൈദ്യുതി ആയാലും അഴിമതിയായാലും എല്ലാത്തിൻ്റെയും, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ കറപ്ഷൻ നടക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് ഭാരതത്തിനെ കൊണ്ടെത്തിച്ചതാണ് ഈ മൻമോഹൻ സിംഗിന്റെ കഴിവ് എന്ന് പറയുന്ന 10 വർഷം. ഇതിനെതിരായിട്ട് 3 പ്രാവശ്യമായിട്ട് ഗുജറാത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന വികസനം എന്താണ്, സോഷ്യലിസം എന്താണ്, മതേതരത്വം എന്താണെന്ന് പറഞ്ഞ നരേന്ദ്രഭായിയാണ് നമുക്ക് ആവശ്യം. ഒരു കോളർ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഹലോ, കേൾക്കാമോ? പറയൂ. രാഹുൽ ഗാന്ധി കോൺഗ്രസിൽ മാറ്റത്തിന്റെ തുടക്കം കുറിക്കുന്നു. ഇന്ത്യയിൽ ഭരണ സ്ഥിരതയ്ക്ക് മൻമോഹൻ സിംഗിനെ കൊണ്ട് കഴിഞ്ഞു എന്ന് പറയുന്നു. രാഹുൽ ഗാന്ധി പറയാതെ പറയുന്നു ഞാനാണ് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതെന്ന്. എങ്ങനെ കാണുന്നു താങ്കൾ? ഇത് ഈ കുറെ പ്രാദേശിക ഹിന്ദി പത്രങ്ങളും കുറെ മാധ്യമങ്ങളും വിചാരിച്ചാലും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകില്ല. മറ്റൊന്ന്, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിന് പ്രത്യേകിച്ച് പിന്നെ ഈ ഗുജറാത്തിലെ വികസനത്തെ കുറിച്ച് പറയുന്നത്, ഗുജറാത്തിലെ വികസനം അവിടുത്തെ ഗ്രാമങ്ങളിൽ ചെന്ന് നോക്കണം. ഒരുപക്ഷെ ഹിറ്റ്ലറിനേക്കാളും ഏകാധിപതിയായിട്ട് നരേന്ദ്രമോദി ഈ ആദരണീയനായ അദ്വാനിയെ പോലും തള്ളിമാറ്റിക്കൊണ്ട് നരേന്ദ്രമോദി ഇപ്പൊ കുറെ ആൾക്കാരെ കൊണ്ട് നടക്കുന്നല്ലോ. അത് എന്തായാലും കാലം തെളിയിക്കും. മറ്റൊന്നോട് പറഞ്ഞു നിർത്താം. അതായത് കോൺഗ്രസ് മാറ്റത്തിന്റെ ദിശയിലാണ്. കാരണം പിന്നെ രാഹുൽ ഗാന്ധി കോൺഗ്രസ് ഒരിക്കലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആദ്യമേ പ്രഖ്യാപിക്കാറില്ല. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ഭാവിയിലെ രാഹുൽ ഗാന്ധി വന്നാൽ തന്നെയും അത് കോൺഗ്രസിന്റെ മാറ്റത്തിന് തുടക്കമായിരിക്കും. കോൺഗ്രസിൽ ജനാധിപത്യ പ്രക്രിയ കൂടുതൽ സജീവമാകാൻ പോവുകയാണ്. ശരി, വളരെയധികം സന്തോഷം. രാഹുൽ ഗാന്ധി വരുന്നത് കോൺഗ്രസിൽ മാറ്റത്തിന്റെ തുടക്കം, ജനാധിപത്യ പ്രക്രിയയെ ശക്തമാക്കും. നേരത്തെ ബഗീഷ് പറഞ്ഞ ഒരു ചോദ്യം, അവശ്യ സാധനങ്ങൾക്ക് ഇത്രയധികം വിലവർധനയുണ്ടായ ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിൽ അവശ്യ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്ന് മൻമോഹൻ സിംഗ് തന്നെ സമ്മതിക്കുന്ന അവസ്ഥയുണ്ടായില്ലേ? ഞാനത് സമ്മതിക്കുന്നു. ചില ഏരിയകളിൽ തെറ്റുപറ്റിയെന്ന് ഇന്നത്തെ AICC സമ്മേളനത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു വലിയ സംവിധാനമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ സംവിധാനങ്ങളിൽ പിന്നെ ഈ പറഞ്ഞോണം അഴിമതിയുണ്ട്. പക്ഷേ BJP ഭരിച്ചപ്പോൾ ജവാന്റെ ശവപ്പെട്ടിക്ക് കമ്മീഷൻ വാങ്ങിച്ച ആൾക്കാർ പറയുന്നതെന്നുള്ള ദുഃഖമുണ്ട്. ഇന്ത്യയിൽ അഴിമതിയുണ്ട് എല്ലാ ഭാഗത്തും. മന്ത്രിമാർ, പിന്നെ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികളിൽ അഴിമതിയുണ്ട്. കോൺഗ്രസിനെ ചില 1-2 വ്യക്തികളിലും അഴിമതി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്നത്, ഇന്ത്യയുടെ സംവിധാനത്തിലുള്ള അഴിമതി തുടച്ചു നീക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ് വിവരാവകാശ നിയമം കൊണ്ടുവന്നത്. ആ വിവരാവകാശ നിയമം കൊണ്ടുവന്നതുകൊണ്ടാണ് കനിമൊഴിയും രാജയും ജയിലിൽ അടയ്ക്കപ്പെട്ടത്. അത് BJP ചെയ്തതല്ല, അതും കോൺഗ്രസ് ചെയ്തതാണ്. ലോക്പാൽ ബില്ല് ഇതിനെല്ലാം പരിഹാരമായി വരുന്നതാണ്. ലോക്പാൽ ബില്ല് ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല സ്വകാര്യ സ്ഥാപനങ്ങളെ കൂടി കവർ ചെയ്തുകൊണ്ട് ഈ ബില്ലും പാസ്സാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ശരി, ആദർശ കുംഭകോണം, 2G സ്പെക്ട്രം അഴിമതി, കോമൺവെൽത്ത് ഗെയിംസ് അഴിമതികൾ വീണ്ടും സർക്കാരിനെതിരെ കിടപ്പുണ്ട്. കൽക്കരിപ്പാടം അടക്കം. ഞാനത് സമ്മതിച്ചല്ലോ, തുറന്ന് സമ്മതിച്ചല്ലോ. നമ്മുടെ കൂടെ ഭരിക്കുന്ന ഘടകകക്ഷികളിലും നമ്മളെ ചില 1-2 വ്യക്തികളിലും അതിന് പാർട്ടി അതിൻ്റെ തീരുമാനം എടുത്തിട്ടുണ്ട്. കോടതിയിൽ അതിൻ്റെ കേസ് നടക്കുന്നുണ്ട്. പൂർണ്ണമായും CBI അതിൻ്റെ കേസ്
കോടതിയുടെ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തുന്നുണ്ട്. ആരൊക്കെയാണോ കോൺഗ്രസിലെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സഹപ്രവർത്തകരായിട്ട് നിന്നിട്ടുള്ള കക്ഷികളോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിലിലടയ്ക്കും. അതിനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിവരാവകാശ രാജി അടക്കമുള്ളവർ ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടായത്. കോൺഗ്രസ് കൈയും കെട്ടി നോക്കി നിൽക്കുകയല്ല. 2G സ്കാമിൽ രാജയും കനിമൊഴിയും കുറച്ച് ദിവസം ജയിലിൽ കിടന്നുള്ള സത്യം തന്നെയാണ്. പക്ഷെ ഇന്നലെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി കൊടുത്തിട്ടുള്ള അഫിഡേവിറ്റിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? തെറ്റുപറ്റി. മൻമോഹൻ സിംഗ് എന്ന പ്രധാനമന്ത്രിയുടെ കീഴിലുണ്ടായിരുന്ന സമയത്ത് കൽക്കരി മന്ത്രാലയത്തിന് തെറ്റുപറ്റി. അപ്പോൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതും ജയിലിൽ പോകേണ്ടതും മൻമോഹൻ സിംഗ് ആണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത്? മൻമോഹൻ സിംഗിന് തെറ്റുപറ്റി. കാരണം ഇനിയിപ്പോൾ ഒരു അന്വേഷണം നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി തുടരുന്നത് ഉചിതമാകില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ടല്ലേ മൻമോഹൻ സിംഗിനെ മാറ്റിയിട്ട് രാഹുൽ ഗാന്ധിയെ ഇദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് കൈക്കൂലി വാങ്ങുന്നത് നമ്മൾ തെഹൽക്കയെ കണ്ടതാണ് അല്ലേ? ഈ അദ്ദേഹമാണ് കോൺഗ്രസിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ തന്നെ പ്രസിഡന്റ്, ദേശീയ പ്രസിഡന്റ് നമ്മളെ കാണിച്ചു. ജോർജ് ഫെർണാണ്ടസ് ശവപ്പെട്ടിക്ക് കമ്മീഷൻ വായിച്ചു. അതിന് മറുപടി പറയുന്നത് വാജ്പേയി ആണോ? അതിന് മറുപടി പറയേണ്ടത് ഇപ്പം അതിന്റെ അനുഭവത്തിലിരിക്കുക അദ്ദേഹം. അതിന് വാജ്പേയി സാറല്ല മറുപടി പറയേണ്ടത്. അതുപോലെ കനിമൊഴിയും അതുപോലെ തന്നെ രാജയും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൻമോഹൻ സിംഗ് അല്ല അകത്ത് പോകേണ്ടത്. അവരകത്ത് പോയിട്ടുണ്ട്. ഇനി കോടതി പറയുമ്പോൾ അവർ പൂർണ്ണമായും എത്ര കൊല്ലമാണ് ശിക്ഷിക്കപ്പെടുന്നത്, അകത്ത് പോവുക മാത്രമല്ല എത്ര നഷ്ടം ഇതിനകത്ത് വന്നിട്ടുണ്ടോ അതുകൂടി കൊടുക്കാൻ കോടതി വിധി വരും. അത് വാങ്ങും. ശരി, മറ്റൊരു കാര്യം, ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി പ്രഖ്യാപിക്കുന്നില്ല, സമ്മതിച്ചു. അങ്ങനെ ഒരു പാരമ്പര്യം ഇല്ല എന്ന് കോൺഗ്രസ് വാദത്തിന് വേണ്ടി ഉന്നയിക്കുന്നു. വാദത്തിന് വേണ്ടിയല്ല, കോൺഗ്രസിന്റെ പാരമ്പര്യം അതാണ്. പാർലമെന്റിൽ വരുന്ന പാർലമെന്ററി പാർട്ടിയിൽ അവർ തിരഞ്ഞെടുക്കും. അതാണ് നമ്മുടെ അതാണ് രാഹുൽ ഗാന്ധിയും പറയുന്നത്. അത് രാഹുൽ ഗാന്ധിയുടെ വാദം ന്യായം തന്നെയല്ലേ? കാരണം അത് MP-മാർ ചേർന്നു. കോൺഗ്രസിന്റെ ഒരു രീതി അങ്ങനെയാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അല്ല ഇന്ത്യൻ ഭരണഘടന പറയുന്നതും അതുതന്നെയാണ്. ഏകദേശം 12 വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിലെ എസ്പെഷ്യലി ഫ്രാൻസിലെ മാധ്യമങ്ങൾ ഇന്ത്യയുടെ നെക്സ്റ്റ് കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് ആവുമെന്ന് 12 വർഷം മുമ്പ് ഫ്രാൻസിലെയും യൂറോപ്പിലെയും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് അതിന്നും നിങ്ങൾ യൂട്യൂബിൽ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. പിന്നെ കഴിഞ്ഞ 5 വർഷം മുമ്പ് മൻമോഹൻ സിംഗ് ആയിരിക്കും 2ാം ടൈമും പ്രധാനമന്ത്രി എന്ന് ഈ കോൺഗ്രസ് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ ഈ തരം തോന്നുമ്പോൾ ഇപ്പോൾ കാൻഡിഡേറ്റ് ഇല്ല. അത് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി എന്ന മഹാരഥന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കുന്നില്ല. ഇന്ന് ഭാരതത്തിൽ നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കാൻ ഒരു രാഹുൽ ഗാന്ധിക്കോ ഒരു അരവിന്ദ് കെജ്രിവാളിനോ ഒരു കാൻഡിഡേറ്റ് ഒരു പകുതി പോപ്പുലേഷനുള്ള ഒരു നേതാവ് നരേന്ദ്രമോദിക്കെതിരെ നിൽക്കാനുള്ള ഇല്ല. ഇന്ത്യയിൽ എവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ ഒരു നമോ തരംഗമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കോളർ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഹലോ, കേൾക്കാമോ? ഹലോ, പറയൂ, താങ്കളുടെ പേര്? അനിൽ. 2 രാഷ്ട്രീയക്കാരിന്റെ അവിടെ ഇത് പറയുന്നത് ശുദ്ധ സംബന്ധമാണ്. ഞാൻ താമസിക്കുന്ന പുരോഗരാണ്. ഇതുണ്ടായിട്ടുണ്ടറിയോ? അതായത് രാഷ്ട്രീയക്കാർ എന്ത് ഭരിച്ചാലും ആര് വന്നാലും ഒന്നും കിട്ടൂല. ഒരു വിലക്കയറ്റം പറയുന്നുണ്ട് ഉണ്ടല്ലോ. ഈ വിലക്കയറ്റം കൂടുന്തോറും നമ്മുടെ സാമ്പത്തിക സ്ഥിതി, അതായത് ഒരാളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്ക് ശമ്പളം കൂടുന്നുണ്ടോ? ഉണ്ടാവുമല്ലോ. വിലവർദ്ധന വെച്ചാല് ഒന്നല്ല. അതായത് നമ്മൾ ജോലി ചെയ്യുമ്പോ, ഞാൻ ജോലി ചെയ്യുമ്പോ 2003 ഇവിടെ വരുമ്പോൾ ഗൾഫിൽ വരുമ്പോ എനിക്ക് ശമ്പളം 800 തരം കാണും. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി കിട്ടുന്നത് 4300 ആണ്. പക്ഷെ മിച്ചം പറഞ്ഞ ബെനിഫിറ്റ് എന്താണ്? അതെ, ആ ബെനിഫിറ്റ് വരുന്നത് അത് ആര് ഭരിച്ചാലും ഇല്ലെങ്കിലും ഒരു നേട്ടം ആരും കിട്ടില്ല. പണിയെടുത്താൽ മാത്രം ജീവിക്കാൻ പറ്റും. ആര് ഭരിച്ചാലും കെജ്രിവാൾ വരുമ്പോ ചെയ്യുന്നുണ്ട്. ഇത് എല്ലാം പറയുന്നുണ്ട്. ഇപ്പൊ പീഡനം നടക്കുന്നത് ഡൽഹിയിലേക്ക് ഉണ്ടായപ്പോ കെജ്രിവാൾ ഭരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടില് കേരളത്തിൽ എന്താ നടക്കുന്നത്? ശരി, കേരളത്തിലേക്ക് പോകേണ്ട. നമ്മളിപ്പോൾ ഏതായാലും രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ് പറയുന്നത്. വൈർഹ്യം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഴിമതിയുടെ കാര്യവും മറ്റുമെല്ലാം തന്നെ നിർത്തുന്നു. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി ഉപയോഗിച്ചിട്ടുള്ള തന്ത്രം എന്ന് പറയുന്നത്, ഒന്ന്, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടാതിരിക്കാൻ ഭരണഘടനയെ കൂട്ടുപിടിക്കുന്നു. 2, ആ വേദിയിൽ വെച്ചിട്ടാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി എന്ന് പറയുന്ന മൻമോഹൻ സിംഗിനോട് പറയാണ്,
സബ്സിഡി നിരക്കിൽ 9 സിലിണ്ടർ കൊടുത്താൽ പോരാ, 12 സിലിണ്ടർ കൊടുക്കണമെന്ന്. ഞാൻ താങ്കളിലേക്ക് വരാം. കെ സുരേന്ദ്രൻ ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലൂടെ. ശ്രീ കെ സുരേന്ദ്രൻ, കേൾക്കാമോ? ഏതായാലും താങ്കൾ വിമാനത്താവളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നറിയാം. എങ്കിൽ പോലും വളരെ ഹ്രസ്വമായി, രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കി കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടില്ല, എങ്ങനെ കാണുന്നു അതിനെ? അല്ല, ഇത് ഇന്നലെ തന്നെ BJP അത് പറഞ്ഞിട്ടുള്ളതാണ്. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് കഴിയാത്തത് കോൺഗ്രസിന് അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയില്ല എന്നുള്ള ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാണ്. കോൺഗ്രസിന്റെ ആത്മവിശ്വാസം സമ്പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കോൺഗ്രസിന് ഭരണകക്ഷിയാവാൻ പോയിട്ട് പ്രധാന പ്രതിപക്ഷമാവാൻ പോലുമുള്ള മാൻഡേറ്റ് ലഭിക്കില്ല എന്നുള്ള ഉറച്ച ബോധ്യമാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. പിന്നെ ചില നടക്കാത്ത പ്രഖ്യാപനങ്ങൾ അവർ നടത്തുമായിരിക്കും. ആ പ്രഖ്യാപനങ്ങളൊന്നും ജനങ്ങൾ മുഖവിലക്കെടുക്കാൻ പോകുന്നില്ല. പക്ഷേ ഇതിൽ വളരെ വ്യക്തമായി രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞു, കോൺഗ്രസിന് അങ്ങനെ ഒരു പാരമ്പര്യമില്ല. മാത്രമല്ല, ഭരണഘടന അനുസരിച്ച് MP-മാർ ചേർന്ന് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കണം. അപ്പോൾ അത് പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. ഇത് ആര് പറഞ്ഞതാണ് കോൺഗ്രസിന് അങ്ങനെ ഒരു പാരമ്പര്യമില്ലെന്ന്? കോൺഗ്രസിന് പ്രധാനമന്ത്രിമാർ മരിച്ച സന്ദർഭങ്ങളിൽ ഒഴിച്ച്, അതായത് രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധി മരിച്ച ഉടനെ തന്നെ രാജീവ് ഗാന്ധിയെ പ്രഖ്യാപിച്ചല്ലോ. രാജീവ് ഗാന്ധി മരിച്ചതിന് ശേഷം നരസിംഹറാവു ആകസ്മികമായി പ്രധാനമന്ത്രിയാണ് ആയതാണ്. പക്ഷേ കോൺഗ്രസിന് ഒരിക്കലും അങ്ങനെ പാരമ്പര്യം ഇല്ല എന്ന് പറയാൻ കഴിയില്ല. കോൺഗ്രസിന് ജവഹർലാൽ നെഹ്റുവിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ശ്രീമതി ഗാന്ധിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, 6 മാസം മുമ്പ് നിങ്ങൾ എന്താണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കത്തത് എന്ന് BJPയോട് ചോദിച്ചവരാണ് ഇവർ. ശ്രീ ലാൽകൃഷ്ണ അദ്വാനിയാണോ ശ്രീ നരേന്ദ്രമോദിയാണോ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് BJP നിശ്ചയിക്കാത്ത ഒരു സന്ദർഭത്തിൽ എന്തുകൊണ്ട് BJPക്ക് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയില്ലെന്ന് ആക്ഷേപിച്ചവരാണ് കോൺഗ്രസ്. ഇപ്പൊ കോൺഗ്രസിന് അങ്ങനെ ഒരു പാരമ്പര്യമില്ല എന്ന് പറയുന്നത് ജനങ്ങളെ നേരിടാനുള്ള വിശ്വാസക്കുറവ് കൊണ്ടാണ്. മറ്റൊരു കാര്യം, ഈ സർക്കാരിന്റെ 10 വർഷം മൻമോഹൻ സിംഗ് ഭരിച്ചതിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് സാമ്പത്തിക സുസ്ഥിരത. അതോടൊപ്പം തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കൊണ്ടുവന്നു, അതോടൊപ്പം തന്നെ ആധാർ കാർഡ് കൊണ്ടുവന്നു. ഇങ്ങനെ ഒരു പിടി നേട്ടങ്ങൾ സർക്കാർ രാജ്യത്തിന് സംഭാവന ചെയ്തു. ഈ 10 വർഷം ഇല്ലായിരുന്നുവെങ്കിൽ, മൻമോഹൻ സിംഗ് അല്ല ഭരിച്ചിരുന്നുവെങ്കിൽ സാമ്പത്തികമായി അടിത്തറ ഇല്ലാതാകുമായിരുന്നു ഇന്ത്യക്ക് എന്നാണ് പറയുന്നത്. അല്ല, എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. സാമ്പത്തിക സുസ്ഥിരത എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? NDA സർക്കാർ NDA ഗവൺമെന്റ് സ്ഥാനം ഒഴിയുമ്പോ നമ്മുടെ GDP നിരക്ക് 8% ഇന്ന് അത് 4% താഴ്ന്നിരിക്കുന്നു. NDA സർക്കാർ ഇരിക്കുമ്പോ 11.2% കാർഷിക വളർച്ചാ നിരക്ക്. ഇന്നത് 2- താണിരിക്കുന്നു. ഇത് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. സാമ്പത്തിക സുസ്ഥിരത എവിടെയാണ് ഉണ്ടായത്? സാമ്പത്തിക തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുപോലെ വിദേശവും ആഭ്യന്തരവുമായിട്ടുള്ള കടം ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിട്ടുള്ളോ? ഇതുപോലെ രൂപയുടെ മൂല്യം കുറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ പണത്തിപ്പ് ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ വിലക്കയറ്റം ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ ഖജനാവ് കൊള്ളയടിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? എവിടെയാണ് നിങ്ങൾ സാമ്പത്തിക സുസ്ഥിരതയെ കുറിച്ച് വാദിക്കുന്നത്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അരുൺ ഷൂറി എന്ന് പറയുന്ന ഒരു മന്ത്രി ഉണ്ടായത് ആരുടെ കാലഘട്ടത്തിലാണ്? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഒരു നയ പൈസയുടെ അഴിമതി അന്ന് നടന്നിട്ടുണ്ടായിരുന്നില്ല. അരുൺ ഷൂറി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും അഴിമതിരഹിതനായിട്ടുള്ള മന്ത്രിയായിരുന്നു. കോൺഗ്രസ് മന്ത്രിമാർ അങ്ങനെയാണോ? ഇന്നലെ AICC സമ്മേളനത്തിൽ തന്നെ പറഞ്ഞല്ലോ, പ്രധാനമന്ത്രി കൽക്കരി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് 10 കൽക്കരി പാടങ്ങൾക്ക് അനുമതി കൊടുത്തത് പിന്നെ ശരിയായ നിലയിലല്ലെന്ന്, അഴിമതി നടന്നിട്ടുണ്ടെന്ന് സമ്മതിച്ചിരിക്കുന്നല്ലോ ഇപ്പൊ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും. ഞാൻ ചോദിക്കട്ടെ, ഇത്രയധികം കൊള്ള നടന്ന ഒരു ഗവൺമെന്റ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ദശലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതികളല്ല ഓരോ ഇടപാടിലും. 2G സ്പെക്ട്രം ആയാലും CWG ആയാലും പാടമായാലും ഈ രാജ്യം മുഴുവൻ കൊള്ളയടിച്ച് വിദേശ ബാങ്കുകൾ കൊണ്ടുപോയി നിക്ഷേപിച്ച മറ്റേതൊരു ഗവൺമെന്റും ഇന്ത്യ രാജ്യത്ത്. കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരാൻ എന്താ കോൺഗ്രസ് തയ്യാറാവാത്തത്? സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണത്. എന്തുകൊണ്ട് കോൺഗ്രസ് ഗവൺമെന്റ് മടിക്കുന്നു? സോണിയാഗാന്ധിയും മക്കളും കോൺഗ്രസിന്റെ നേതാക്കന്മാരും മന്ത്രിമാരുമാണ് ഈ ഖജനാവ് കൊള്ള നടത്തിയിട്ടുള്ളത്. അവരാണ് വിദേശ ബാങ്കുകൾ നിക്ഷേപിച്ചിട്ടുള്ളത്. BJP ചലഞ്ച് ചെയ്തല്ലോ ഇന്ത്യൻ പാർലമെന്റിൽ, കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരട്ടെ. BJPയുടെയോ പ്രതിപക്ഷത്തിന്റെയോ ആർക്കിടെങ്കിലും പേരിൽ ബാങ്ക് ഇടപാടുണ്ടെങ്കിൽ പുറത്തു കൊണ്ടുവരാൻ പറഞ്ഞല്ലോ. എന്തുകൊണ്ടത് ചലഞ്ച് ഏറ്റെടുക്കാൻ കോൺഗ്രസ് തയ്യാറായി? ഒരു കാര്യം, കാരണം കേന്ദ്രത്തിൽ
സഖ്യകക്ഷിയായിരുന്ന DMK-യുടെ മന്ത്രിയെ പിടിച്ച് ജയിലിലിട്ട പാരമ്പര്യം UPA സർക്കാരിനുണ്ട്. ഒന്നത്. രണ്ട്, ഇന്ന് പ്രസംഗിച്ച രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ തന്നെ ശ്രദ്ധിക്കുക. രാഹുൽ ഗാന്ധി വേദിയിൽ ഇരുന്നാണ് പ്രധാനമന്ത്രിയോട് പറയുന്നത് 9 സിലിണ്ടർ പോരാ 12 വേണമെന്ന്. വൈകുന്നേരം വീരപ്പ മൊയ്ലി പറയുന്നു 12 എങ്കിൽ 12. പ്രഖ്യാപനം വന്നു. ഇതാണ് പവർ. എന്താ നിങ്ങൾ പറയുന്നത്? എന്താണ് രാജ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് 2G സ്പെക്ട്രം ഇടപാടിൽ? നിങ്ങൾ എന്താ അത് വായിച്ചു നോക്കാത്തത്? രാജ പറഞ്ഞിരിക്കുന്ന കമ്മീഷൻ പണത്തിൽ എനിക്ക് വെറും 10% കിട്ടിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്പർ 10 ജൻപത്തിലേക്കാണ് പോയത്, കോൺഗ്രസ് ആസ്ഥാനത്തേക്കാണ് പോയത്, മന്ത്രിമാരുടെ അടുത്തേക്കാണ് പോയത്, ചിദംബരത്തിനാണ് കിട്ടിയത്. എന്തുകൊണ്ട് നിങ്ങൾ അത് മറച്ചു വെക്കുന്നു? രാജയെ ജയിലിലിട്ടു, കോൺഗ്രസിനെ രക്ഷിച്ചു, ചിദംബരത്തെ രക്ഷിച്ചു, പ്രധാനമന്ത്രിയെ രക്ഷിച്ചു, സോണിയാഗാന്ധിയെ രക്ഷിച്ചു, വധേരയെ രക്ഷിച്ചു, രാഹുൽ ഗാന്ധിയെ രക്ഷിച്ചു. ഇവർക്കൊക്കെ എത്ര കോടി രൂപയുടെ, എത്ര ആയിരം കോടി രൂപയുടെ വിദേശ ബാങ്ക് ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, സോണിയാഗാന്ധി ഇന്ത്യയിൽ വരുമ്പോൾ അവർക്ക് എന്ത് ആസ്തിയാണ് ഉണ്ടായിരുന്നത്? ഇന്ന് ലോകത്തിലെ 9 പ്രധാനപ്പെട്ട സാമ്പത്തിക ഏറ്റവും വലിയ പണക്കാരായിട്ടുള്ള വനിതകളിൽ ഒരാൾ സോണിയാഗാന്ധിയാണ്. സോണിയാഗാന്ധി പ്രസിഡന്റായിട്ടുള്ള രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് 10,000 കോടി രൂപയുടെ ആസ്തിയുണ്ട്. റോബർട്ടോ വധേര 5,000 കോടി രൂപയുടെ ഇൻകം ടാക്സ് കൊടുക്കുന്നു. 2004 അത് വെറും 2 കോടിയായിരുന്നു. ഈ രീതിയിൽ കൊള്ള നടത്തിയ ഒരു ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുണ്ടോ? എന്നിട്ടാണോ നിങ്ങൾ അഴിമതിയെ കുറിച്ച് പറയുന്നത്? പിന്നെ സ്വന്തം പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി 6 സിലിണ്ടർ പോരാ 9 സിലിണ്ടർ വേണമെന്ന് പറയും. എന്ത് വീരവാദമാണ്! ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ്. ആരാണ് ഇവിടെ എണ്ണ കമ്പനികൾക്ക് വില നിശ്ചയിക്കാനുള്ള അധികാരം തീരെഴുതി കൊടുത്തത്? ആരാണ് ഗവൺമെന്റിന് നിക്ഷിപ്തമായുള്ള അധികാരം എടുത്തു കളഞ്ഞത്? BJP ആണോ? ഇതെല്ലാം ചെയ്തത് ഈ രാജ്യത്ത് കോൺഗ്രസ് ഗവൺമെന്റ് ആണ്. എന്നിട്ട് അവസാനത്തെ 24 മണിക്കൂറിൽ ഇത്തരം കള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ ഈ രാജ്യത്ത് ജനങ്ങൾ വിശ്വസിക്കുന്നതാണോ? ശരി, വളരെയധികം സന്തോഷം ശ്രീ സുരേന്ദ്രൻ. ഏതായാലും വിമാനത്താവളത്തിലേക്കുള്ള യാത്ര ഞങ്ങളായിട്ട് തടസ്സപ്പെടുത്തുന്നില്ല. ഏതായാലും വളരെയധികം സന്തോഷം ചർച്ചയിൽ പങ്കെടുത്തതിൽ. നമുക്ക് YA റഹീമിലേക്ക് വരാം. അദ്ദേഹം ചോദിച്ച ഞാൻ നരേന്ദ്രമോദി സാറിനെ ബഹുമാനിക്കുന്ന ഒരാളാണ്. ഗുജറാത്തിൽ അദ്ദേഹം കുറേ വികസനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഡൽഹിയിൽ പോയി ഇപ്പോൾ പ്രവാസി ഭാരത ദിവസം ഞാനൊരു മെമ്മറണ്ടവും കൊടുത്തിട്ട് വന്ന ആളാണ്. അപ്പം അദ്ദേഹം പ്രധാനമന്ത്രി ആകാനുള്ള സീറ്റ്സ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ കുറച്ച് സീറ്റ് അദ്ദേഹത്തിൻ്റെതായ ഒരു ബഹുമാനിക്കുന്ന സീറ്റുകൾ ഒരു കാര്യമാണ് പറഞ്ഞോട്ടെ. സുരേന്ദ്രൻ സാർ എൻ്റെ സുഹൃത്താണ്. ഞങ്ങൾ വിളിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് കാണാൻ പറ്റില്ല, അദ്ദേഹം തിരക്കായതുകൊണ്ട്. നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ സമരം ചെയ്യുന്നതിന് മുമ്പ് മോട്ടിലാൽ ചോദിച്ചതാണ് ബ്രിട്ടീഷുകാരോട്, ഇത് വിലയ്ക്ക് തരുന്നെങ്കിൽ വാങ്ങിച്ച് ഭാരതീയരുടെ അന്നത്തെ 44 കോടി ജനങ്ങൾക്ക് കൊടുക്കാൻ ശ്രമിച്ച മോത്തിലാൽ നെഹ്റു ആൻഡ് ഫാമിലിയെ കുറിച്ചാണ് ഇദ്ദേഹം ഇത് പറഞ്ഞത്. സുഹൃത്താണെങ്കിലും അതിന് മറുപടി പറയാൻ അദ്ദേഹം ഇല്ലാത്തതിൽ എനിക്ക് ഖേദമുണ്ട്. അത് ഞാൻ ഫോണിൽ ഞാൻ പറയാം. നമുക്ക് ചെറിയൊരു ഇടവേള അനിവാര്യമാണ്. ഇടവേളയിലേക്ക് പോയതിനു ശേഷം ചർച്ചയിലേക്ക് തിരിച്ചു വരാം. ചെറിയൊരു ഇടവേള ഇപ്പോൾ വളരെ അത്യാവശ്യമാണ്. രാഹുൽ ഗാന്ധി AICC സമ്മേളനത്തിൽ പ്രസംഗിച്ചതും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ പ്രചാരണത്തിന്റെ നായകത്വം ഏറ്റെടുത്തുകൊണ്ട് വരികയും ചെയ്യുന്നതിന്റെ രാഷ്ട്രീയ സാഹചര്യമാണ് പരിശോധിച്ചത്. ചർച്ചയിലേക്ക് തിരിച്ചു വരാം. ചെറിയൊരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയിലേക്ക്